ഹലോ ഗൈസ്, എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് കിടുക്കാച്ചി ഷാപ്പിലെ മീൻകറി ഉണ്ടാക്കിയാലോ? വരൂ. എല്ലാവർക്കും വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റിയ അടിപൊളി മീൻകറി, ഷാപ്പിലെ മീൻകറി. അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് തന്നെ ഞാനിവിടെ കുറച്ച് അയില വാങ്ങിച്ചിട്ടുണ്ട്. 1 കിലോ അയിലയാണ് വാങ്ങിച്ചത്. അത് നന്നായി കഴുകി വൃത്തിയാക്കി എടുക്കണം. അങ്ങനെ നന്നായി വാഷ് ചെയ്ത് ഞാനൊരു പാത്രത്തിലോട്ടേക്ക് ഇട്ട് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനാവശ്യമായ പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, കറിവേപ്പില ഇതൊക്കെ എടുത്ത് വെക്കണം. ഉള്ളി നമുക്ക് അരിഞ്ഞു വെക്കണം. അതുപോലെ തന്നെ വലിയൊരു തക്കാളി ഞാൻ എടുത്തിട്ടുണ്ട്. തക്കാളി പേസ്റ്റാക്കി ഒഴിക്കുക വേണ്ടത്. പിന്നെ ഞാൻ ഒരു പാത്രത്തിൽ ഒരു നാരങ്ങ വലിപ്പത്തിലുള്ള പുളി തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. ഇനി നമുക്കൊരു പാത്രം എടുത്ത് അടുപ്പിൽ വെക്കുക. ഇവിടെ ചട്ടി ഇല്ലാത്തതുകൊണ്ട് ഞാനൊരു അലുമിനിയം പാത്രമാണ് എടുത്തിട്ടുള്ളത്. ഇനി അതിലോട്ടേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കുക. ഓയിൽ കൂടുതൽ വേണ്ടവർ ഒഴിക്കാം, ഞാൻ കുറച്ച് ഒഴിച്ചിട്ടുള്ളൂ. ഇനി അതിലോട്ടേക്ക് കുറച്ച് കടുക്, കുറച്ച് ഉലുവ ഇട്ട് കൊടുക്കുക. ഉലുവ ഇടുന്നുണ്ട്. അങ്ങനെ കടുകും ഉലുവയും ഏകദേശം പൊട്ടിക്കഴിയാറായി. അതിലോട്ടേക്ക് നമ്മുടെ അരിഞ്ഞു വെച്ച ഉള്ളി, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, കറിവേപ്പില ഇതൊക്കെ ഇട്ട് കൊടുക്കുക. അങ്ങനെ നമ്മളതിലോട്ടേക്ക് സവോള ഇട്ടു ചെറുതായി ഒന്ന് വഴറ്റും. അതിലോട്ട് കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക. അപ്പോൾ പെട്ടെന്ന് സവോള വഴഞ്ഞു വെക്കുക. നല്ല ഉപ്പും കൂടി ചേർത്ത് കൊടുത്തു. ഇനി അടുത്തത് പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി അരിഞ്ഞ് വെച്ചത്, കറിവേപ്പില ഇതൊക്കെ ഇട്ട് കൊടുത്തിട്ട് നന്നായി ഇളക്കുക. ഇനി അതിലോട്ടേക്ക് നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. അതുപോലെ തന്നെ മുളക് പൊടി ഞാൻ ഒരു 1.5 സ്പൂണാണ് ഇട്ട് കൊടുത്തത്. വലിയ സ്പൂണാണ്. അപ്പം നിങ്ങൾക്ക് എത്ര എരിവ് ആവശ്യമാണോ അതിനനുസരിച്ചിട്ട് മുളക് പൊടി ചേർക്കുക. അപ്പം ഇനി മല്ലിപ്പൊടി ഞാൻ ഇതുപോലെ തന്നെ ഒരു വലിയ സ്പൂണാണ് മല്ലിപ്പൊടി ഇട്ട് കൊടുത്തത്. ഇനി ഇതെല്ലാം കൂടെ നന്നായി പച്ചമണം മാറുന്നത് വരെ ഇളക്കിക്കൊണ്ടിരിക്കുക. അത് ഏകദേശം പച്ചമണമൊക്കെ മാറി വരുന്നുണ്ട്. അങ്ങനെ അത് ഇളക്കിക്കൊണ്ടിരിക്കുക. പച്ചമണമൊക്കെ ഏകദേശം മാറി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് നേരത്തെ ഒരു തക്കാളി നമ്മൾ എടുത്ത് വെച്ചിട്ടില്ലേ, അത് മിക്സിയിലിട്ട് അടിച്ച് ആ പേസ്റ്റ് ഇതിലോട്ടേക്ക് ഒഴിച്ചു കൊടുക്കണം. അങ്ങനെ തക്കാളി പേസ്റ്റ് ഒഴിച്ച് നന്നായി ഇളക്കി യോജിപ്പിക്കുക. ഇനിയിപ്പോൾ നന്നായി ഇളക്കി കഴിയുമ്പോൾ നമുക്ക് ഇതിൽ നിന്ന് തന്നെ എണ്ണ തെളിഞ്ഞു വരും. അതുവരെ ഒന്ന് വഴറ്റി കൊടുക്കണം. അതുപോലെ തന്നെ ഈ വീഡിയോ കാണുന്നവർ ലൈക്ക്, കമൻറ്റ്, സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യണേ, മറന്നുപോലെ. അതുപോലെ തന്നെ ഇത് ഉണ്ടാക്കി നോക്കുകയും വേണം. അടിപൊളി ഷാപ്പിലെ കറിയാണ് കേട്ടോ, മീൻകറി. ഇനി ഇത് നന്നായി കുറുകിയ എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ടേക്ക് നേരത്തെ പിഴിഞ്ഞു വെച്ച പുളി ഒഴിച്ചു കൊടുക്കാം. പുളി ഞാനൊരു നാരങ്ങ വലിപ്പത്തിലുള്ള പുളിയാണ് എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് നോക്കിയിട്ട് ഒഴിച്ചു കൊടുക്കുക. അങ്ങനെ പുളിയൊക്കെ പിഴിഞ്ഞൊഴിച്ചു കൊടുത്തു. ഇനി നമുക്ക് ഉപ്പൊക്കെ ഉണ്ടോയെന്ന് നോക്കണം. ഉപ്പൊക്കെ കറക്റ്റാണ്. കുറച്ച് മുന്നിൽ നിൽക്കണം. മീൻ കുറച്ച് നല്ലോണം ഉപ്പ് പിടിക്കണ്ടേ. അങ്ങനെ ഉപ്പൊക്കെ നോക്കുക. കറക്റ്റ് പാകത്തിനിട്ട് കൊടുക്കുക. അങ്ങനെ ഉപ്പൊക്കെ കറക്റ്റായി. ഇനി നമുക്ക് അതിലോട്ട് കുറച്ചും കൂടെ വെള്ളം ഒഴിച്ച് കൊടുക്കണം. കാരണം ഇത് ചാറ് വേണ്ട, നമുക്ക് മീനിട്ട് കൊടുത്താൽ മീൻ വേവണ്ടേ, വെള്ളം വേണ്ടേ. അതുകൊണ്ട് ഞാൻ കുറച്ചും കൂടെ ലൂസാക്കിയിട്ടുണ്ട്. അങ്ങനെ അത് നന്നായി തിളച്ച് വരുമ്പോൾ നമുക്കതിലോട്ടേക്ക് നേരത്തെ കഴുകി വെച്ച മീൻ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കണം.
അങ്ങനെ നന്നായി തിളച്ചുകൊണ്ടിരിക്കുന്നതിലേക്ക് നമുക്ക് നേരത്തെ കഴുകി വെച്ച ഓരോ മീൻ കഷ്ണങ്ങളും ഇട്ട് കൊടുക്കാം. അങ്ങനെ മീനിൻ്റെ കഷ്ണങ്ങളൊക്കെ അതിൽ നമുക്ക് നിരത്തി വെച്ച് കൊടുക്കാം. ഞാനെല്ലാം ഇട്ട് കൊടുക്കട്ടെ. ഇത് ഏകദേശം 1 കിലോ മീനാണ് വാങ്ങിച്ചിട്ടുള്ളത്. അയിലയാണ്, വലിയ അയിലയാണ്. അങ്ങനെ മീനിൻ്റെ കഷ്ണങ്ങളൊക്കെ ഏകദേശം ഇട്ട് കഴിയാറായി. ഇനി ഒന്ന് അമർത്തി കൊടുക്കുക. എന്നിട്ട് ഒരടപ്പ് വെച്ച് അടച്ച് നന്നായി വേവിക്കുക. ഇനി നന്നായി തിളച്ച് വരട്ടെ. തിളച്ച് വറ്റി കുറുകി വരട്ടെ. ഇടയ്ക്കിടയ്ക്കൊന്ന് അടപ്പ് തുറന്നിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. നമ്മൾ തവിയിട്ട് ഇളക്കാൻ പാടില്ലേ, മീൻ കഷ്ണങ്ങളൊക്കെ പൊടിഞ്ഞു പോകും. അപ്പോൾ നമുക്കൊരു എന്തെങ്കിലും ഒരു തുണിയോ മറ്റോ എടുത്ത് ഒന്നിങ്ങനെ തിരിച്ചു കൊടുക്കുക വേണ്ടത്. ഇതുപോലെ ഒന്ന് കറക്കി കൊടുക്കണം. ശരിക്കും ഇത് ചട്ടിയിൽ ഉണ്ടാക്കുക വേണ്ടത്. ചട്ടിയിലാകുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഇവിടെ ചട്ടി ഇല്ല, അതുകൊണ്ടാണ് അലുമിനിയം പാത്രത്തിൽ ഉണ്ടാക്കുന്നത്. അങ്ങനെ ഏകദേശം കുറുകി വറ്റി വന്നിട്ടുണ്ട്. നമുക്ക് തുറന്ന് നോക്കാം. അടിപൊളി, ഷാപ്പിലെ അടിപൊളി മീൻകറി റെഡിയായി കേട്ടോ. ഇനി നമുക്കിതിൻ്റെ അകത്തേക്ക് കുറച്ച് വെളുത്തുള്ളി ചതച്ചിട്ട് കൊടുക്കണം. അതുപോലെ വേണ്ടുന്നവർക്ക് കുറച്ച് വെളിച്ചെണ്ണയും കൂടെ നനച്ചു കൊടുത്താൽ അടിപൊളി ടേസ്റ്റ് ആയിരിക്കും. അങ്ങനെ ഞാൻ കുറച്ച് വെളുത്തുള്ളി ചതച്ചിട്ട് കൊടുത്തു. ഇനി കുറച്ച് കറിവേപ്പിലയും ഇട്ട് കൊടുക്കുന്നുണ്ടേ. അങ്ങനെ കറിവേപ്പില ഇട്ടു. അങ്ങനെ നമ്മുടെ അടിപൊളി ഷാപ്പിലെ കറി നമ്മൾ വീട്ടിലുണ്ടാക്കിയില്ലേ, അതുപോലെ എല്ലാവരും ഉണ്ടാക്കി നോക്കുക. അതുപോലെ ചാനൽ ലൈക്ക്, കമൻറ്റ്, സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യുക കേട്ടോ. നിങ്ങൾ ഉണ്ടാക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. ബൈ ബൈ.